മേലെയാണ്. ഇവിടെ കുറേ റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മൂന്നാറിലൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വന്ന് നോക്കണം. പുളിപ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരും തിന്നൂല വെച്ചിട്ടാണ്. നീ പുളിപ്പെന്നല്ല, നല്ല മധുരല്ലേ സംഭവം. നീ നോണറിയില്ലേ? എനിക്ക് വേണ്ട. നോട്ടെ നോട്ടെ എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നാ നോട്ടെ. ഞാൻ മനസ്സിലാ തിന്നിട്ടില്ല. അല്ല തിന്നു ഇങ്ങോട്ട് നോക്കെ ഇതാട്ടാ എടുത്തേ. ഫുള്ള് എടുക്കേ. ഫുള്ളോ? ആ അത് എടുക്കേ. ആ എക്സ്പ്രഷൻ മതിയില്ല. അവിടെ ഓടി പോയിട്ട് ആ കുന്നുകാട് ചാടി ചാടിയാലേ അന്നിപ്പോ സ്ട്രോബെറി തോട്ടത്തിന്റെ അവിടെ സ്ട്രോബെറി ഉണ്ടായിട്ടില്ല. അടുത്ത സീസണിൽ സ്ട്രോബെറിന്റെ സീസണാണ്. ഞങ്ങളവിടെ പോയ സമയത്ത് നല്ല കാറ്റും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല മഞ്ഞൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു രാവിലെ ഒക്കെ. രാത്രി ആയാലും നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് നല്ല പെരും കാറ്റും മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ എങ്ങാനും നമ്മൾ മൂന്നാറിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമ്മറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രസം തോന്നുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക മൂന്നാറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ടെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നതാണ്. അതും പല റേറ്റുകളിലും കിട്ടുന്നതാണ്. വലുതുണ്ടാവും, ചെറുതുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ടെൻറ്റുകളൊക്കെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അവിടെ രാത്രിയാകുമ്പോൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാട്ടുപാടലും നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ നല്ല രസമുണ്ടാവും. എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അവിടെ നിന്ന് ചെയ്യാം. പൈസ കൊടുത്ത് നിങ്ങൾക്ക് രസമുള്ള ടൈപ്പ് ടെൻറ്റുകളും നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ആഘോഷിക്കാൻ പറ്റുന്ന ടെൻറ്റുകളും വലിയ ടെൻറ്റും ചെറിയ ടെൻറ്റും ഒക്കെ ഉണ്ടാക്കാം. ഞങ്ങളവിടെ പോയ സമയത്ത് പേടിപ്പിക്കുന്ന രീതിക്ക് കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എൻജോയ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ കൊടുങ്കാറ്റാണെന്ന് കരുതി പേടിപ്പിക്കുന്ന ടൈപ്പ് നിമിഷങ്ങളൊക്കെ ആയിരുന്നു അന്ന്. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട്